ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ശനിയാഴ്ചത്തെ എപ്പിസോഡിലെ അപ്സരയുടെ സർപ്രൈസ് എവിക്ഷനാണ് ഇന്നത്തെ ടോപ്പിക്. എന്തുകൊണ്ട് അപ്സര പെട്ടെന്ന് ഔട്ടായി, മീൻസ് അല്ലെങ്കിൽ ഒരു 75-ാം എപ്പിസോഡിൽ നിന്നിട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ എങ്ങനെ ഔട്ടായി? ടോപ്പ് 5 എത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. നല്ലവണ്ണം ഹൌസിനകത്ത് സംസാരിക്കുകയും ഗെയിം കളിക്കുകയും എല്ലാ ആക്ടിവിറ്റികളിലും പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അപ്സര. പുറത്തും അതുപോലെ തന്നെ നല്ലൊരു ഫാൻ ബേസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അപ്സര പെട്ടെന്ന് പുറത്തായി എന്നാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു ചോദ്യം. അത് അപ്സരയ്ക്ക് തന്നെ സർപ്രൈസ് ആണ്. അപ്സരയ്ക്ക് പോലും അറിയില്ല ഞാൻ എന്ത് കാരണം കൊണ്ട് പുറത്തായി എന്നുള്ളത്. കാരണം അപ്സര അല്ലാതെ ആ ഹൌസിൽ നിന്ന് പുറത്തോട്ട് പോവാൻ, അതായത് ഒരു ഗെയിമും കളിക്കാതെ ഒരു കാര്യത്തിലും അത്ര ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരൊന്നും പുറത്തു പോവാതെ എന്തുകൊണ്ട് പെട്ടെന്ന് അപ്സര ഔട്ടായി എന്നാണ് എല്ലാവർക്കും ഇപ്പൊ ഒരു ചോദ്യം. അപ്പൊ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്കെല്ലാം അറിയാവുന്ന പോലെ അഖിൽമാരാര് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അഖിൽമാരാര് മുന്നേ പറയുണ്ടായി, ഇതിനകത്ത് ഓഡിഷൻ നടക്കുന്ന സമയത്ത് ചില പെൺകുട്ടികളെ ഇതിലുള്ള ചില വ്യക്തികൾ മിസ്യൂസ് ഇങ്ങനെയൊക്കെ വഴങ്ങി തന്നാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാമെന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് അഖിൽമാര് പറയുണ്ടായി. എന്നിട്ട് അഖിൽമാരാർ അപ്സരയെ കുറിച്ച് തന്നെ വീണ്ടും പറയുകയുണ്ടായി, അപ്സരയൊന്നും ആ ഒരു രീതിക്ക് എവിഷനിലൊന്നും മീൻസ് ഓഡിഷനിലൊന്നും പോയ വ്യക്തി ആയിരിക്കത്തില്ല, ആ കുട്ടി നല്ല കുട്ടിയാണ്, ഫാൻ ബേസ് ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ബിഗ് ബോസ് സെലക്ട് ചെയ്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അപ്സര പുറത്തായി? അതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. അതും അഖിൽമാരാർ തന്നെ പറഞ്ഞതാണ്. അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി തന്നെയായിരിക്കും അതിന് ഉത്തരവാദി എന്നുള്ളത്. കാരണം ആൽബി അന്നൊരു ഇന്റർവ്യൂവിൽ പോയിരുന്നിട്ട് ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, ഒരു കാര്യമില്ലായിരുന്നു. നല്ലവണ്ണം കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അപ്പൊ ഓൾറെഡി അഖിൽമാരാര് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആകെ ബിഗ് ബോസിലുള്ള വ്യക്തികൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പല പെൺകുട്ടികൾ ഇതിനകത്ത് കയറുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ തന്നെ ബിഗ് ബോസ് ഒന്ന് ഡൗൺ ആയി നിൽക്കുകയാണ്. അപ്പോ ഇപ്പോ ബിഗ് ബോസ് ചിന്തിച്ചു, ഇതിപ്പോ ആൽബിയും കൂടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും അപ്പൊ ആൽബിയുടെ ഭാര്യയായ അപ്സരയെ തന്നെ നമുക്ക് എവിക്ട് ചെയ്ത് പുറത്താക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ ആൽബി പറഞ്ഞ സ്റ്റേറ്റ്മെന്റും അഖിൽമാരാര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്ന് ബിഗ് ബോസിന് തന്നെ തെളിയിക്കാം. അപ്പൊ ബിഗ് ബോസ് ഇപ്പൊ ക്ലീനായി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജയിച്ചു നിൽക്കുന്നത് ബിഗ് ബോസ് ആണ്. ഇങ്ങനൊരു വിവാദമില്ല. അഖിൽമാരാര് പറഞ്ഞ ന്യൂസും ഫേക്ക് ആണ്, ആൽബി പറഞ്ഞ ന്യൂസും ഫേക്ക് ആണെന്ന് ബിഗ് ബോസിന് ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞു. അതായത് അങ്ങനെ ഒരു പ്രേരണയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലോ അല്ല അവിടുത്തെ കണ്ടസ്റ്റന്റ് ആരും നിൽക്കുന്നത്. അവർക്ക് ആരുടെടുത്തും വ്യക്തിപരമായ ഒരു താല്പര്യമില്ല. അവർ ആരെയാണോ എവിക്ട് ആക്കേണ്ടത് അത് ജനവിധി തേടുന്ന ആൾക്കാർ അവർ എവിക്ട് ആക്കുമെന്ന് ബിഗ് ബോസ് ഇപ്പൊ ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് അപ്സരയുടെ ഇപ്പോഴത്തെ എവിക്ഷൻ ആൽബിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെയാണ്. അതിൽ അഖിൽമാരാറിന് ഒരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അഖിൽമാരാർ ആരെയും അടച്ചാക്ഷേപിച്ചിട്ടില്ല. ഇപ്പോ നിലവില് ബിഗ് ബോസ് തന്നെയാണ് ജയിച്ചു നിൽക്കുന്നത്. ഈ ഒരു എവിക്ഷനോടെ ബിഗ് ബോസ് തെളിയിച്ചു കഴിഞ്ഞു ബിഗ് ബോസിൽ ഇതൊരു പങ്കില്ല എന്നുള്ളത്. അപ്പൊ അഖിൽമാരാർ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആൽബി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ എന്തെങ്കിലും മേടിച്ചിട്ട് തന്നെയാണോ ഇങ്ങനത്തെ ഇന്റർവ്യൂ കൊടുത്തതെന്ന് ഇപ്പൊ നല്ല സംശയമുണ്ട്. കാരണം സ്വന്തം ഭാര്യയെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളി കളിച്ചൊരു കളി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ബിഗ് ബോസിനും പങ്കുണ്ടോ എന്ന് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ബിഗ് ബോസ് അഖിൽമാരാർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഒന്ന് ഡൗൺ ആയി നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഇതും കൂടെ ആയപ്പോഴത്തേക്കും ബിഗ് ബോസ് അങ്ങനെ ഒരു വ്യക്തിയല്ല എന്നൊരു കൺസെപ്റ്റ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിൽ തോന്നും. അതിൽ നിൽക്കുന്ന മത്സരാർത്ഥികളൊന്നും അങ്ങനെയൊന്നും കയറിയവരല്ല എന്നും ചിലപ്പോൾ കൺസെപ്റ്റുകൾ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ 2 പരാമർശങ്ങൾ വന്നപ്പോഴത്തേക്കും നൈസായിട്ട് അപ്സരയെ അങ്ങ് ഇവെക്ട് ചെയ്ത് പുറത്താക്കിയത്. കാരണം ആ കുട്ടി മാക്സിമം ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ഒരു 2 ആഴ്ചത്തെ കളിയിലൂടെ നിൽക്കാൻ യോഗ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാക്സിമം ടോപ്പ് 5 എത്താനുള്ള കുട്ടി തന്നെയാണ്. കാരണം നല്ല പെർഫോമൻസ് ഉള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചുമ്മാ ചില സ്റ്റേറ്റ്മെന്റ്സ് കാരണം വെറുതെ ഔട്ടായി പോയതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു റീസൺ എനിക്ക് പറയാനില്ല. കാരണം ആ കുട്ടിയുടെ അടുത്ത് കണ്ടസ്റ്റന്റ്സിന്റെ ഇടയിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും വേറെ പേഴ്സണലി വെളിയിൽ നിന്നൊരു നെഗറ്റിവിറ്റി ഇതുവരെ ഒന്നും കേൾക്കുന്നില്ല ആ കുട്ടിയെ കുറിച്ചിട്ട്. അപ്പൊ ഇത് തന്നെ ആയിരിക്കണം മെയിൻ റീസൺ. അപ്പോ നൈസായിട്ട് ബിഗ് ബോസും ഇതിൽ നിന്ന് ഒഴിവായി ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആ കുട്ടി എവിക്റ്റായി. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ ഒപ്പീനിയനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ. ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.